നമസ്കാരം, ഞാൻ NGR നമ്പൂതിരി. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇതിഹാസ കഥകളിൽ നിന്നും ഒരല്പം വ്യത്യസ്തമായ ഒരു വിഷയം പങ്കുവയ്ക്കാം. അത് മറ്റൊന്നുമല്ല, സമകാലീന സംഭവവുമായി ബന്ധപ്പെട്ട ഓണത്തെക്കുറിച്ചാണ്. മലയാളിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആഘോഷം അതാണ് ഓണം. ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് പ്രചുരപ്രചാരം നേടിയ കഥകൾക്കും സങ്കല്പങ്ങൾക്കും അപ്പുറമുള്ള നിരീക്ഷണങ്ങളാണ് ഇന്ന് ഞാൻ ഇവിടെ നിങ്ങളുടെ മുന്നിൽ പങ്കുവയ്ക്കുന്നത്. മാവേലി നാടുവാണിയിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ. ഈ വരികൾ ഒരിക്കലെങ്കിലും ഒന്ന് മൂളി നോക്കാത്ത മലയാളികൾ ഉണ്ടാകില്ല. ഇത് പാടുമ്പോൾ മനസ്സിലുണ്ടാകുന്ന ആ ഒരു നല്ല സന്തോഷവും കഴിഞ്ഞുപോയ കാലത്തിൻ്റെ കുറേ ഓർമ്മകളും അത് ഓരോ മലയാളികളുടെ മനസ്സിലും എന്നും തങ്ങി നിൽക്കും. അതിലൊരു സംശയവുമില്ല. എന്താണ് ഓണം? മലയാളികളുടെ ദേശീയ ഉത്സവമാണ് ഓണം. ഗ്രിഗോറിയൻ കലണ്ടറിൽ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലും മലയാളം കലണ്ടറിൽ ചിങ്ങമാസത്തിലുമാണ് ഓണം വരുന്നത്. ഓണാഘോഷത്തിൻ്റെ സമയത്ത് കേരളം സന്ദർശിക്കുന്ന മഹാബലിയുടെ ഓർമ്മയ്ക്കായാണ് ഈ ആഘോഷം കൊണ്ടാടുന്നത്. ലോകത്തിൻ്റെ നാനാഭാഗത്തുമുള്ള മലയാളികൾ ജാതിമത ഭേദമന്യേ ഈ ഉത്സവം ആഘോഷിക്കുന്നു എന്നുള്ളതാണ്. ഓണം സംബന്ധിച്ച് പല ഐതിഹ്യങ്ങളും ചരിത്രരേഖകളും നിലവിലുണ്ടെങ്കിലും ഒരു സ്മരണയുടെ പ്രതീകമായിട്ടാണ് ഈ ഉത്സവം തുടക്കം കുറിച്ചത്. മഹാബലി സ്മരണയാണ് അത്. വാമന വിജയത്തെ അടിസ്ഥാനമാക്കി അത് ക്ഷേത്ര ഉത്സവമായിട്ടായിരുന്നു തുടങ്ങിയതെങ്കിലും പിന്നീട് ഗാർഹിക ഉത്സവമായി മാറി എന്നുള്ളതാണ് വാസ്തവം. ചിങ്ങമാസത്തിലെ അത്തം നക്ഷത്രം മുതൽ തുടങ്ങുന്ന ഓണാഘോഷം തിരുവോണം നാളിൽ വളരെ പ്രാധാന്യത്തോടെ ആഘോഷിക്കുകയും അതുപോലെ തന്നെ ചതയം നാൾ വരെ നീണ്ടു നിൽക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. തൃക്കാക്കരയാണ് ഓണത്തപ്പൻ്റെ ആസ്ഥാനം. എന്നാൽ അവിടെ മഹാബലിക്ക് പകരം വാമനനെയാണ് ആരാധിക്കുന്നത്. ഒരുപക്ഷെ വാമനൻ മഹാബലിക്കുമേൽ വിജയം നേടിയത് തൃക്കാക്കരയിൽ വച്ചാവാം. മൂന്നാമത്തെ കാൽപാദം വാമനൻ മഹാബലിയുടെ ശിരസിൽ ചവിട്ടിയത് ആ കരയിൽ വച്ചായിരുന്നു. അങ്ങനെ ആ കരയ്ക്ക് തൃക്കാൽ കര എന്ന പേര് വന്നു. പിന്നീട് അത് ലോപിച്ച് തൃക്കാക്കര എന്നായതാണെന്നും ഒരൈതിഹ്യം നിലനിൽക്കുന്നുണ്ട്. മഹാബലിയെ വാമനൻ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തി എന്ന ഒരു കഥയ്ക്ക് പ്രചാരമുണ്ട്. പക്ഷേ ചവിട്ടിത്താഴ്ത്തിയ ഒരു കഥ എവിടെയും പറയുന്നില്ല. ഭാഗവത പുരാണത്തിലാണ് മഹാബലിയുടെ കഥയുള്ളത്. അതിൽ മഹാബലിയെ വാമനൻ സുതലത്തിലേക്ക് പറഞ്ഞയച്ചു. അതിനുശേഷം മഹാവിഷ്ണു അദ്ദേഹത്തിൻ്റെ ദ്വാരപാലകനായി നിന്നു എന്നുമാണ് കഥ. ഇനി എന്താണ് ഈ മഹാബലിയും ഓണവും തമ്മിലുള്ള ഐതിഹ്യം? ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഒന്നിലധികം ഐതിഹ്യങ്ങളുള്ള ആഘോഷമാണ് ഓണം. എന്നാലും പ്രധാന ഐതിഹ്യം മഹാബലിയുടേത് തന്നെയാണ്. ഭാഗവതത്തിൽ അഷ്ടമസ്കന്ധത്തിൽ 18 മുതൽ 23 വരെയുള്ള അധ്യായങ്ങളിലായി ഭഗവാൻ വിഷ്ണുവിൻ്റെ വാമന അവതാരത്തെയും മഹാബലി ചക്രവർത്തിയെ പറ്റിയും പറയുന്നുണ്ട്. അസുര രാജാവും വിഷ്ണു ഭക്തനുമായിരുന്ന പ്രഹ്ലാദൻ്റെ പേരക്കുട്ടിയായിരുന്നു മഹാബലി. മഹാബലി എന്ന വാക്കിൻ്റെ അർത്ഥം വലിയ ത്യാഗം ചെയ്യുന്നവൻ എന്നാണ്. ദേവന്മാരെ പോലും അസൂയപ്പെടുത്തുന്നതായിരുന്നു മഹാബലിയുടെ ഭരണകാലം. അക്കാലത്ത് മനുഷ്യരെല്ലാവരും ഒരുപോലെയായിരുന്നു. കള്ളവും ചതിയും പൊളിവചനങ്ങളും ഒന്നുമില്ലായിരുന്നു. എങ്ങും എല്ലാവർക്കും സമൃദ്ധിയായിരുന്നു. മഹാബലിയുടെ ഐശ്വര്യത്തിൽ അസൂയാലുക്കളായ ദേവന്മാർ മഹാവിഷ്ണുവിൻ്റെ സഹായം തേടി.
അങ്ങനെ ഇരിക്കുമ്പോൾ മഹാബലി വിശ്വജിത്ത് എന്ന യാഗം ചെയ്യവേ വാമനനായി അവതാരമെടുത്ത മഹാവിഷ്ണു ഭിക്ഷയായി 3 അടി മണ്ണ് ആവശ്യപ്പെട്ട് ചെന്നു. ചതി മനസ്സിലാക്കിയ അസുരഗുരു ശുക്രാചാര്യരുടെ വാക്കുപോലും വില വയ്ക്കാതെ മഹാബലി 3 അടി മണ്ണ് അളന്നെടുക്കാൻ വാമനന് അനുവാദവും നൽകി. ആകാശം മുട്ടേ വളർന്ന വാമനൻ തൻ്റെ കാൽപാദം അളവുകോലാക്കി ആദ്യത്തെ 2 അടിക്ക് തന്നെ സ്വർഗവും ഭൂമിയും പാതാളവും അളന്നെടുത്തു. 3-ാമത്തെ അടിക്ക് സ്ഥലമില്ലാതെ വന്നപ്പോൾ മഹാബലി തൻ്റെ ശിരസ് കാണിച്ചു കൊടുത്തു. അങ്ങനെ വാമനൻ മഹാബലിയെ തൻ്റെ പാദസ്പർശത്താൽ സുതലത്തിലേക്ക് പറഞ്ഞയച്ചു. ആണ്ടിലൊരിക്കൽ, അതായത് ചിങ്ങമാസത്തിലെ തിരുവോണ നാളിൽ തൻ്റെ പ്രജകളെ സന്ദർശിക്കുന്നതിന് അനുവാദവും വാമനൻ മഹാബലിക്ക് നൽകി. തിരുവോണ നാളിൽ മഹാബലി പ്രജകളെ അദൃശ്യനായി സന്ദർശിക്കാൻ വരുന്നു എന്നാണ് ജനങ്ങളുടെ ഇടയിലുള്ള ഒരു വിശ്വാസം. ഇനി ഓണത്തിൻ്റെ പൂക്കള വിശേഷത്തെക്കുറിച്ച് പറയാം. എന്താ അത്? തിരുവോണ ദിവസം വരുന്ന മാവേലിത്തമ്പുരാനെ സ്വീകരിക്കുന്നതിന് അത്തം മുതൽ ഒരുക്കങ്ങൾ ആരംഭിക്കുകയാണ്. മുറ്റത്ത് തറയുണ്ടാക്കി ചാണകം മെഴുകി പൂക്കളമൊരുക്കും. അത്തം നാളിൽ തുളസിക്കതിർ പൂക്കളത്തിൻ്റെ നടുക്ക് വച്ച് തുമ്പപ്പൂവിട്ടാണ് പൂക്കളമൊരുക്കാൻ ആരംഭിക്കുന്നത്. ആദ്യ ദിവസമായ അത്തം നാളിൽ 1 നിര തുമ്പപ്പൂവ് മാത്രമേ പാടുള്ളൂ. ചുവന്ന പൂവ്, പ്രത്യേകിച്ച് ചെമ്പരത്തി പൂവ് ഇടാനും പാടില്ല. ചിത്തിര നാളിൽ 2 നിര പൂക്കൾ മാത്രമാണ് പതിവ്. തുമ്പപ്പൂവും ചുവന്ന പൂക്കൾ ഒഴികെ മറ്റേത് നിറത്തിലുള്ള പൂക്കളും ഇടാം. 3-ാം ദിവസം ചോതി മുതലാണ് നിറങ്ങളുള്ള പൂക്കൾ ഉപയോഗിച്ച് 3 നിര പൂക്കളമിടേണ്ടത്. 3-ാം ദിവസം മുതൽ മാത്രമേ ചെമ്പരത്തിപ്പൂവിന് പൂക്കളത്തിൽ സ്ഥാനമുള്ളൂ. അങ്ങനെ 9 ദിവസവും ആദ്യത്തെ 1 നിരയെങ്കിലും തുമ്പപ്പൂ വിടണമെന്നാണ് പറയുക. ഓരോ ദിവസവും പൂക്കളുടെ ഓരോ നിരകൾ കൂടി കൂടി വരണം. തുടർന്ന് 5-ാം ദിവസം പൂക്കളത്തിൻ്റെ മുന്നിലായിട്ട് കുട കുത്തും. എന്ന് പറഞ്ഞാൽ ഒരു ഈർക്കലിയെടുത്ത് അതിൽ ചെമ്പരത്തി, മറ്റ് പല നിറത്തിലുള്ള പൂക്കൾ ഇതെല്ലാം കൂടി ചേർത്ത് കോർത്ത് ആ പൂക്കളമിട്ടിരിക്കുന്നതിൻ്റെ നടുഭാഗത്ത് അത് കുട പോലെ കുത്തിവയ്ക്കും. ഇതിനെയാണ് കുടവയ്ക്കുക എന്ന് പറയുന്നത്. 7-ാം ദിവസം പൂക്കളത്തിൻ്റെ 4 ദിക്കിലും കാൽ നീട്ടും. എന്ന് വച്ചാൽ വലിപ്പം കൂട്ടും. പ്രധാന പൂക്കളത്തിൻ്റെ 4 മൂലകളിലുമായി വൃത്താകൃതിയിൽ വളരെ മനോഹരമായിട്ട് പ്രത്യേകം പൂക്കളിടും. ഉത്രാട നാളിലാണ് ഏറ്റവും വലിയ പൂക്കളം ഒരുക്കുന്നത്. മഹാബലി ചക്രവർത്തിയെ എതിരേൽക്കുവാൻ വേണ്ടി മുറ്റത്തുള്ള പ്രധാന പൂക്കളം മുതൽ പടി വരെ പ്രത്യേകം അകലങ്ങളിലായി വൃത്താകൃതിയിൽ പൂക്കളം ഇടും. ഇനി തൃക്കാക്കരപ്പനെ എങ്ങനെ ഉണ്ടാക്കണം, അത് എന്ന് മുതൽ ഉണ്ടാക്കി വയ്ക്കണം എന്നുള്ളതാണ് നമുക്ക് അടുത്തതായിട്ട് പറയാനുള്ളത്. ഓണത്തിന് തൃക്കാക്കരയപ്പനെ കുടിവയ്ക്കുന്ന ചടങ്ങ് പല നാട്ടിലുമുണ്ട്. തൃക്കാക്കരയപ്പനെ വരവേൽക്കുന്നു എന്ന സങ്കല്പത്തോടെയാണ് ഓണത്തിന് പൂക്കളമിടുന്നത്. ഉത്രാട നാളിലാണ് തൃക്കാക്കരയപ്പനെ വരവേൽക്കുന്നത്. ഓരോ നാടിൻ്റെ പ്രത്യേകത അനുസരിച്ച് പല വ്യത്യാസങ്ങൾ വരാറുമുണ്ട്. തൃക്കാക്കരയപ്പൻ മഹാബലിയാണ് എന്നാണ് പലരുടെയും ധാരണ. എന്നാൽ മഹാബലിയെ സുതലത്തിലേക്ക് പറഞ്ഞയച്ച വാമനനാണ് തൃക്കാക്കരയപ്പൻ. ഓണത്തിൻ്റെ പ്രധാന ആചാരവും തൃക്കാക്കരയപ്പനെ പൂജിക്കലാണ്. തൃക്കാക്കരയപ്പനെ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം. കളിമണ്ണ് കൊണ്ടാണ് തൃക്കാക്കരയപ്പനെ സാധാരണ ഉണ്ടാക്കേണ്ടത്. മണ്ണ് കുടച്ച് നല്ലതുപോലെ അടിച്ച് പരത്തി അത് പദം വരുത്തണം.
എന്നിട്ട് അതിൽ നിറം നൽകാൻ വേണം എന്നുണ്ടെങ്കിൽ കുറച്ച് ഇഷ്ടികപ്പൊടിയും ചേർക്കാം. തൃക്കാക്കരയപ്പൻ്റെ സാധാരണ ആകൃതി എന്ന് പറഞ്ഞാൽ ഒരു പിരമിഡ് പോലെയാണ്. എന്നാൽ ഓരോ നാട്ടിലെയും സംസ്കാരമനുസരിച്ച് തൃക്കാക്കരയപ്പൻ്റെ ആകൃതിയിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരാറുണ്ട്. സാധാരണഗതിയിൽ മൂലത്തിൻ്റെ അന്നാണ് തൃക്കാക്കരയപ്പനെ തയ്യാറാക്കേണ്ടത്. 3 ദിവസം വെയിലത്ത് വച്ച് നല്ലതുപോലെ ഉണക്കിയെടുക്കണം. ആകെ മൊത്തം 15 തൃക്കാക്കരയപ്പന്മാരാണ് ഉണ്ടാക്കേണ്ടത്. ഇനി തിരുവോണ ദിവസം ആചരിക്കേണ്ടതായ അനുഷ്ഠാനങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് ഒന്ന് നോക്കാം. ഉത്രാട ദിന രാത്രിയിലാണ് തിരുവോണ നാളിലെ ചടങ്ങുകൾക്ക് വേദി തയ്യാറാകുന്നത്. മഹാബലി ചക്രവർത്തിയെ സ്വീകരിച്ച് ഇരുത്താനുള്ള സ്ഥലമാണ് ആദ്യം അണിയിച്ചൊരുക്കേണ്ടത്. പണ്ടുകാലത്ത് നടുമുറ്റം, കിഴക്കിനി, പടിഞ്ഞാറ്റിനി എന്നീ സ്ഥലങ്ങളിലാണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ കാലത്തിനനുസൃതമായി ഇന്ന് അതിനുള്ള സാഹചര്യങ്ങളില്ലാത്തത് കൊണ്ട് മുറ്റത്താണ് നമ്മൾ അതിനുള്ള സംവിധാനം ഒരുക്കാറുള്ളത്. നല്ലതുപോലെ അടിച്ചുവാരി വൃത്തിയാക്കി പൂത്തറ നല്ലതുപോലെ ചാണകം കൂട്ടി മെഴുകി പൂത്തറയിൽ ഓരോ തുളസിക്കതിര് അതിൻ്റെ നടുക്കായി വയ്ക്കും. തിരുവോണ ദിവസം പുലർച്ചെ തന്നെ ഗൃഹനാഥ എഴുന്നേറ്റ് കുളി കഴിഞ്ഞ് പച്ചരി പൊടിച്ച് കലക്കിയെടുത്ത് മാവ് ഉപയോഗിച്ച് ആ പച്ചരിയുടെ മാവ് ഉപയോഗിച്ചാണ് മാവേലി തമ്പുരാനെ സ്വീകരിച്ചിരുത്താനുള്ള ചതുരാകൃതിയിലുള്ള സ്ഥലം ഒരുക്കുന്നത്. ഇതിൻ്റെ നടുക്ക് 2 ആവണപ്പലകകൾ പടിഞ്ഞാറോട്ട് വാൽ വരുന്ന രീതിയിൽ വയ്ക്കുന്നു. തെക്കുവശത്തുള്ള ആവണിപ്പലക മഹാവിഷ്ണുവിനും വടക്കുവശത്തുള്ള ആവണിപ്പലക മഹാബലിക്കും എന്നാണ് സങ്കല്പം. ഇതിന് മുകളിലായി ഓരോ തൂശനില കിഴക്കോട്ട് തലയായി വയ്ക്കും. ഇതിന് മുകളിലായി മണ്ണുകൊണ്ട് നിർമ്മിച്ച ഓണത്തപ്പനെ പ്രതിഷ്ഠിക്കും. ഓരോ പീഠത്തിലും കിഴക്ക് പടിഞ്ഞാറായി 3 എണ്ണം വീതം വയ്ക്കും. പിന്നെ അണിയലിൻ്റെ അതിരിലൂടെ, അതായത് നമ്മൾ മാവ് ഉപയോഗിച്ച് വരച്ച ആ കോലത്തിൻ്റെ അതിരിലൂടെ അതിൻ്റെ 4 വശങ്ങളിലായി 1 വീതവും വയ്ക്കും. മഹാബലിക്കും മഹാവിഷ്ണുവിനും നടുക്കായി 1 എണ്ണവും വയ്ക്കും. അരിമാവ് കൊണ്ട് ഈ അണിഞ്ഞിരിക്കുന്ന സ്ഥലം മുതൽ പടി വരെ നിശ്ചിത അകലത്തിലായിട്ട് 4 എണ്ണവും വയ്ക്കും. അങ്ങനെ മൊത്തം 15 തൃക്കാക്കരയപ്പന്മാരെ വയ്ക്കുന്നു. ഇതിൽ 13 ഓണത്തപ്പന്മാരും മഹാബലിയുടെയും മഹാവിഷ്ണുവിൻ്റെയും പരിവാരങ്ങളായാണ് കണക്കാക്കുന്നത്. ഇതുകൂടാതെ മുത്തൻ, മുത്തി, ആട്ടുകല്ല്, അമ്മിക്കല്ല്, പിള്ളക്കല്ല്, ചിരവ ഇവയെല്ലാം മണ്ണുകൊണ്ട് ഉണ്ടാക്കി വയ്ക്കുക എന്നൊരു പതിവും ഉണ്ട്. എല്ലാ ഓണത്തപ്പന്മാരെയും അരിമാവ് കൊണ്ട് അണിയിക്കും. അതിനുശേഷം കൃഷ്ണകിരീടം, ചെമ്പരത്തി, ചെണ്ടുമല്ലി എന്നിവ കൊണ്ട് ഒന്നുകൂടി ഭംഗിയായി അലങ്കരിക്കും. ചെമ്പരത്തി ഈർക്കലിയിൽ കുത്തി തൃക്കാക്കരയപ്പന് ചൂടിക്കൊടുക്കും. തിരുവോണ നാളിൽ മഹാബലി തമ്പുരാനെ സ്വീകരിക്കാനുള്ള ആ വഴിയും പടി വരെയുള്ള ആ വഴിയും ഭംഗിയായി അരിമാവ് ഉപയോഗിച്ചാണ് അലങ്കരിക്കുക അല്ലെങ്കിൽ അണിയുന്നത്. പടിക്കൽ വയ്ക്കുന്ന ഓണത്തപ്പൻ മഹാബലി എഴുന്നള്ളുമ്പോൾ വീട്ടുകാരെ അറിയിക്കുന്നു എന്ന സങ്കല്പമാണ് ഉള്ളത്. ശേഷം ഓണത്തപ്പന്മാരുടെ കിഴക്ക് വശം 5 തിരിയിട്ട് വിളക്ക് തെളിയിക്കും. ഒരു താലത്തിൽ അഷ്ടമംഗല്യം തയ്യാറാക്കി അതിലും ഒരു വിളക്ക് തെളിയിക്കും. ഈ അഷ്ടമംഗല്യവുമായി മഹാബലി ചക്രവർത്തിയെ സ്വീകരിക്കാൻ നമ്മൾ പടിക്കലേക്ക് പോകും. നമ്മളുടെ പടി വരെ പോകും. പടിക്കൽ വരുന്ന മഹാബലി ചക്രവർത്തിയെ വിളക്കും അഷ്ടമംഗല്യവും കാണിച്ച് കാൽ കഴുകിച്ച് തുമ്പക്കുടമിട്ട് ആരാധിച്ച് ആർപ്പുവിളികളോടെ വീട്ടിലേക്ക് എതിരേറ്റ ശേഷം പീഠത്തിലിരുത്തി തുമ്പക്കുടമിട്ട് ആരാധിക്കുന്നു എന്നാണ് സങ്കല്പം. എല്ലാ ഓണത്തപ്പന്മാരെയും ആ സമയത്ത് ധാരാളം തുമ്പക്കുടം കൊണ്ട്, അതായത് തുമ്പപ്പൂവിൻ്റെ ചെടി കൊണ്ട് നല്ലതുപോലെ മൂടും. പ്രതീകാത്മകമായി ഓലക്കുടയും വടിയും അരികിൽ വയ്ക്കും.
ഓണത്തപ്പന് കോടി ഉടുപ്പിക്കുന്ന സങ്കല്പത്തിൽ കോടിനൂല് മഹാബലി സങ്കല്പത്തിൽ വച്ചിരിക്കുന്ന പീഠത്തിലെ തൃക്കാക്കരയപ്പന് കെട്ടാറുണ്ട്. ആ തൃക്കാക്കരയപ്പന് ചുറ്റും കെട്ടും. വിളക്കിലും മഹാബലിക്കും മഹാവിഷ്ണുവിനും ചന്ദനത്തിൽ മുക്കി തുളസിയില ചാർത്തും. മഹാവിഷ്ണുവിനും മഹാബലിക്കും പടിഞ്ഞാറ് വശത്തായിട്ട് നേദിക്കാനിരിക്കുന്ന ഗ്രഹനാഥയ്ക്ക് മുന്നിലായി 5 തുളസിപ്പൂവ് വയ്ക്കും. അത് 5 സങ്കല്പങ്ങളാണ്. വലത്തുനിന്ന് ഇടത്തോട്ട് ഗണപതി, സരസ്വതി, ശിവൻ, മഹാവിഷ്ണു, മഹാബലി എന്നീ ക്രമത്തിൽ 5 പേർക്ക് അപ്പം, അട, കരിക്ക്, പഴം, പാല് എന്നിവയൊക്കെ നിവേദിക്കുകയും ചെയ്യും. തിരുവോണം മുതൽ ചതയം വരെ ഓണത്തപ്പൻ മുറ്റത്ത് തന്നെ ഉണ്ടാവണം. 4-ാം ദിവസം തൃക്കാക്കരയപ്പനെ നിമഞ്ജനം ചെയ്യണം. എന്ന് വെച്ചാൽ ഒഴുകുന്ന വെള്ളത്തിൽ ആണ് തൃക്കാക്കരയപ്പനെ നിമഞ്ജനം ചെയ്യേണ്ടത്. പിന്നെ നമുക്ക് പറയാനുള്ളത് ഓണസദ്യയാണ്. ഓണസദ്യയെക്കുറിച്ച് ഒരുപാട് പറയാനുണ്ടെങ്കിലും നമുക്ക് അതിനുള്ള സമയം നീണ്ടുപോകും എന്ന ഒറ്റ കാരണത്താൽ ഓണസദ്യയെക്കുറിച്ച് കൂടുതൽ ഞാൻ വിശദമാക്കുന്നില്ല. എങ്കിലും ഒന്ന് പറയാതെ വയ്യ. ആണ്ടിലൊരിക്കലുള്ള വിഭവസമൃദ്ധമായ ഒരു സദ്യയാണ് എല്ലാ മലയാളികൾക്കും ഓണസദ്യ. ഓണമുണ്ടറിയാം എന്ന പഴഞ്ചൊല്ല് ഓണസദ്യയുടെ രുചിഭേദത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഉപ്പിൽ തുടങ്ങി പച്ചമോരിൽ അവസാനിക്കുന്നതാണ് ഓണസദ്യ. പപ്പടവും പഴവും പായസവും കുഴച്ചുള്ള ആ ഊണ് അടുത്ത ഓണക്കാലം വരെ എല്ലാ മലയാളികളുടെ മനസ്സിലും അതങ്ങനെ നിറഞ്ഞു നിൽക്കും. പിന്നെ നമുക്ക് പറയാനുള്ളത് അത്തച്ചമയത്തെക്കുറിച്ചാണ്. എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തുറയിൽ ഓണത്തോടനുബന്ധിച്ച് അത്തം നാളിൽ നടത്തുന്ന ഒരു ആഘോഷമാണ് അത്തച്ചമയം എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. 1947 വരെ കൊച്ചി മഹാരാജാക്കന്മാരുടെ ആസ്ഥാനമായിരുന്ന തൃപ്പൂണിത്തറയിൽ രാജവാഴ്ചയുമായി ബന്ധപ്പെട്ട ഒരു ചടങ്ങായിരുന്നു അത്തച്ചമയം. 1949 തിരുവിതാംകൂർ കൊച്ചി സംയോജനത്തോടെ മഹാരാജാവ് പങ്കെടുത്തുകൊണ്ടുള്ള രാജകീയമായ അത്തച്ചമയം നിർത്തലാക്കി. ഇത് പിന്നീട് 1961 കേരള ഗവൺമെൻറ് ഓണം ദേശീയ ഉത്സവമാക്കിയതോടെ ജനകീയ പങ്കാളിത്തമുള്ള ബഹുജന ആഘോഷമായി തീർന്നു അത്തച്ചമയം എന്നുള്ളതാണ് വാസ്തവം. അതുപോലെ തന്നെ വളരെ പ്രചാരമേറിയ ഒന്നാണ് ഓണക്കളി. ഓണത്തിന് മാറ്റുകൂട്ടുന്ന ചടങ്ങാണ് ഓണക്കളി. ഓണക്കളികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കളികളാണ് ആട്ടക്കളം കുത്തൽ, കൈകൊട്ടിക്കളി, പുലികളി, കുമ്മാട്ടിക്കളി, ഓണത്തല്ല്, കമ്പിത്തായം കളി, ഭാരക്കളി, നായയും പുലിയും വെക്കൽ, അതേപോലെ ആറന്മുള വള്ളം കളി, തലപ്പന്തുകളി, കിളിത്തട്ടുകളി, സുന്ദരിക്ക് പൊട്ടുകുത്തൽ, വടംവലി തുടങ്ങിയവയെല്ലാം ഓണാഘോഷത്തെ എന്നും നമ്മൾ മലയാളികളെ ഓർമ്മപ്പെടുത്തുന്ന കാര്യങ്ങളാണ് എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. പണ്ടുകാലത്ത് അതുപോലെ ഉണ്ടായിരുന്ന മറ്റൊരു ആചാരമായിരുന്നു ഓണക്കാഴ്ച സമർപ്പിക്കൽ. ജന്മിയുമായുള്ള ഉടമ്പടി പ്രകാരം പാട്ടക്കാരനായ കുടിയാൻ നൽകേണ്ടിയിരുന്ന നിർബന്ധ പിരിവായിരുന്നു ഓണക്കാഴ്ച സമർപ്പണം. പണ്ട് മുതൽക്കേ വാഴക്കുലയായിരുന്നു പ്രധാന കാഴ്ച. കൂട്ടത്തിൽ ഏറ്റവും നല്ല കുലയായിരുന്നു കാഴ്ചക്കുലയായി നൽകിയിരുന്നത്. കാഴ്ച അർപ്പിക്കുന്ന കുടിയാന്മാർക്ക് ഓണക്കോടിയും പുടവകളും സദ്യയും ജന്മിമാർ നൽകിയിരുന്നു. ഇത് കുടിയാൻ ജന്മിബന്ധത്തിൻ്റെ അടിമാവസ്ഥയെയാണ് കാണിക്കുന്നത്. കാണം, അതായത് ഭൂമി വിറ്റ് ജന്മിമാർ ഓണമുണ്ടപ്പോൾ കോരന് കുമ്പിളിൽ കഞ്ഞി എന്ന ബഹിഷ്കൃത ദയനീയ അവസ്ഥയായിരുന്നു കേരളത്തിലുണ്ടായിരുന്നത്. അന്നത്തെ ഓണക്കാഴ്ച ഇന്നും തുടരുന്നുണ്ട്. പക്ഷേ ഇന്ന് കാഴ്ച അർപ്പിക്കുന്നത് കുടിയാൻ
ജന്മിക്കല്ലെന്ന് മാത്രം ക്ഷേത്രങ്ങളിലേക്കാണ് ഇന്ന് കാഴ്ചക്കുലകൾ സമർപ്പിക്കപ്പെടുന്നത്. തിരുവോണം നാളിൽ സാക്ഷാൽ ഗുരുവായൂർ ക്ഷേത്രത്തിലെ കാഴ്ചക്കുല സമർപ്പണം വളരെ പ്രസിദ്ധമാണ്. ആയിരക്കണക്കിന് കാഴ്ചക്കുലകളാണ് ഭഗവാന് മുന്നിൽ അന്ന് വന്നു ചേരുന്നത്. അതുപോലെ തന്നെ ഓണക്കാലത്തെ അനുഷ്ഠാന കലകളിൽ പ്രധാനപ്പെട്ട കലകളാണ് ഓണത്തെയ്യവും ഓണേശ്വരനും ഓണം തുള്ളലും. അല്ലെങ്കിൽ അതിന് പറയുന്ന, അതായത് ഈ ഓണം തുള്ളലിന് പറയുന്ന മറ്റൊരു പേരാണ് വേലൻ തുള്ളൽ. ഓണേശ്വരൻ എന്ന അനുഷ്ഠാന കലയ്ക്കും ചില സ്ഥലങ്ങളിൽ ഓണപ്പൊട്ടൻ എന്നും പറയാറുണ്ട്. അതുപോലെ തന്നെ ഓണവില്ല്. ഈ അനുഷ്ഠാന കലകളെല്ലാം ഇന്ന് മൺമറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ അത്തം മുതൽ ഉത്രാടം വരെ മുറ്റത്ത് പൂക്കളമൊരുക്കി അതിൽ തൃക്കാക്കരയപ്പനെ ആനയിച്ച് ഓണക്കോടിയുടുത്ത് ഓണസദ്യയുണ്ട് ഓണക്കളികളിൽ ചേർന്ന് ആഘോഷിച്ചും ആസ്വദിച്ചും അനുഭവിച്ചും ഉണ്ടായിരുന്ന ആ ഒരു കാലമുണ്ടായിരുന്നു മലയാളിക്ക്. എന്നാൽ ഇന്ന് തിരക്കേറിയ മലയാളി എല്ലാം മറക്കുന്നു എന്നത് സത്യമായി മാറുന്നു. അഗ്നിശുദ്ധിക്ക് വിധേയനായ മഹാബലിയും അതിൽ നിന്നുള്ള മഹിതമായ പാഠവും ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയണം. അതുപോലെ തന്നെ ഓണമെന്നത് ഒരിക്കലും ഒരു ജാതിയുടെയോ ഒരു മതത്തിൻ്റെയോ ആഘോഷമല്ല, മറിച്ച് കേരളത്തിൻ്റെ ഉത്സവമാണ് ഓണം. ഇന്ന് പലപ്പോഴും ഇതിനെ ചുറ്റിപ്പറ്റി പല ചർച്ചകളും നടക്കുന്നത് നമുക്ക് കാണാം. അതിൽ നിന്ന് വ്യത്യസ്തമായി ഞാനും നിങ്ങളും ഒന്നാണെന്ന ബോധ്യത്തോടെ സ്നേഹത്തോടെ ഈ ഓണം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിന്നുകൊണ്ട് ആഘോഷിക്കാം. എല്ലാ നല്ലവരായ ജനങ്ങൾക്കും സുഗന്ധപൂരിതമായ ആഘോഷനാളുകളുടെ ഹൃദ്യമായ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നല്ല ഒരു നാളേക്കായി നല്ലൊരു പ്രതീക്ഷയോടെ നാളത്തെ തലമുറയ്ക്ക് ഇന്നലത്തെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഐതിഹ്യങ്ങളെയും നിലനിർത്തി പോകുവാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു. എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.